ഞാൻ ചിറക്കര മധു. മലയാള സിനിമാ ഗാനങ്ങളിലെ മണിമുത്തുകൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഗാനവസന്തം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്ന ഗാനം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന സിനിമയിലേതാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അക്കാലത്തെ പ്രഗത്ഭനായ ഹിറ്റ് മേക്കർ എന്നറിയപ്പെടുന്ന AB രാജ് ആണ്. പ്രസിദ്ധ നോവലിസ്റ്റും കഥാകാരനുമായ G വിവേകാനന്ദനാണ് ഈ സിനിമയുടെ കഥ രചിച്ചിരിക്കുന്നത്. ഗാനങ്ങൾ എല്ലാം തന്നെ ശ്രീകുമാരൻ തമ്പി സാറും അതിന് സംഗീതം നൽകിയിരിക്കുന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയുമാണ്. ഈ ഗാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമയെക്കുറിച്ച് ഒരു വാക്ക്. 1973 റിലീസായതാണ് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന സിനിമ. ഈ സിനിമയുടെ ഇതിവൃത്തം, കേന്ദ്ര ഇതിവൃത്തമായി വരുന്നത് ഒരു ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. വളരെ അതിശയകരമായ ഒരു കാര്യം എന്തെന്നാൽ, ലോകത്താദ്യമായി മനുഷ്യൻ്റെ ഹൃദയം മറ്റൊരാളിലേക്ക് വെച്ചുപിടിപ്പിച്ച് മാറ്റിവെച്ചത് 1967 ആ സംഭവം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ലോകത്ത് നടന്ന ശാസ്ത്രത്തിൻ്റെ ഒരു സുപ്രധാനമായ കണ്ടുപിടുത്തം 5 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ ഇതിവൃത്തമായി പ്രമേയമായി വന്നു എന്നുള്ളത് നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രേം നസീർ, രാഘവൻ, ജയഭാരതി തുടങ്ങിയവരാണ്. ഈ ഗാനം താരകരൂപിണി എന്നാരംഭിക്കുന്ന ഈ ഗാനം പാടിയിരിക്കുന്നത് പ്രസിദ്ധ ഗായകൻ ബ്രഹ്മാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ ഹിറ്റുകളിൽ ഏറ്റവും സൂപ്പർ ഹിറ്റായ ഗാനമാണ് താരകരൂപിണി എന്നത്. ഈ പാട്ടിനെക്കുറിച്ച് ബ്രഹ്മാനന്ദൻ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, ദക്ഷിണാമൂർത്തി സ്വാമി എനിക്ക് തന്ന മുത്താണ് ഈ ഗാനമെന്ന്. കാരണം ഈ സിനിമയിൽ തന്നെ യേശുദാസും ജയചന്ദ്രനും പി ലീലയും ഒക്കെ പാടുന്നുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിലാണ് അതിലേറ്റവും മനോഹരമായ ഗാനം ബ്രഹ്മാനന്ദൻ പാടിയിരിക്കുന്നത്. വളരെ മനോഹരമായ ഗാനമാണ്, ഒരു പ്രണയ ഗാനമാണ്. ജയഭാരതിയും പ്രേം നസീറും അഭിനയിക്കുന്ന പ്രണയ രംഗത്തിലാണ് ഈ ഗാനം ആലപിക്കപ്പെടുന്നത്. നമുക്ക് ഗാനത്തിലേക്ക് കടക്കാം. ആ ഗാനത്തിൻ്റെ ഈണം മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഗാനം അത്തരത്തിൽ പാടാൻ ശ്രമിക്കുന്നത്. അത് ദയവായി പ്രേക്ഷകർ ക്ഷമിക്കുക. താരകരൂപിണി നീയെന്നുമെന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാല പൂവായിരിക്കും. താരകരൂപിണി താരകരൂപിണി നീ എന്നും എന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും. തൻ്റെ പ്രിയതമയെ വർണ്ണിക്കുന്നതാണ്. അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു, നീ ഒരു നക്ഷത്രത്തെപ്പോലെ പ്രകാശമുള്ളവളാണ്, താരകരൂപിണിയാണ്. ആകാശത്തിലെ നക്ഷത്രത്തെപ്പോലെ മിന്നിത്തിളങ്ങുന്ന പ്രകാശവതിയാണ് ഭവതി. എൻ്റെ ഭാവനയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു കാര്യം ഭവതിയാണ്. നീ മാത്രമാണ് എൻ്റെ ഭാവനയെ രോമാഞ്ചമണിയിക്കുന്നത്. എൻ്റെ ഭാവനയിലെ രോമാഞ്ചമണിയിക്കുന്ന ഒരേ ഒരു കാര്യം ഭവതിയാണ്. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും. മഞ്ഞു വീഴുന്ന രാത്രികളിൽ ഏഴിലം പാലയുടെ സമീപത്തുകൂടി നാം നടന്നു പോകുമ്പോൾ നാം അനുഭവിച്ചിട്ടുള്ളതാണ് മാസ്മരികമായ പാലപ്പൂവിൻ്റെ ഗന്ധം. ആ പാലപ്പൂവിൻ്റെ ഗന്ധം അനുഭവിച്ച് നമ്മൾ എത്രയോ തവണ തരളിതരായി പോയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ പാലപ്പൂവാണ് നീ, ഏഴിലം പാലപ്പൂവാണ് നീ. അതും എൻ്റെ ഏകാന്ത ചിന്തയുടെ ചില്ലയിൽ പൂവിട്ട് നിൽക്കുന്ന ഏഴിലം പാലപ്പൂവാണ് നീ. നീ ഒരു നക്ഷത്രമാണ്, നക്ഷത്രത്തെ പോലെ തിളക്കമുള്ളവളാണ്. നീ ഒരു പൂവാണ്, ഏഴിലം പാലപ്പൂവിനെ പോലെ സുഗന്ധമുള്ളവളാണ്. ഇതാണ് പാട്ടിൻ്റെ പല്ലവിയിൽ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് നോക്കിയാൽ, നിദ്ര തന്നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും.
സ്വപ്ന നക്ഷത്രമേ നിൻചിരിയിൽ സ്വർഗ ചിത്രങ്ങളെന്നും ഞാൻ കണ്ടു നിൽക്കും. ഇങ്ങനെയാണ് അനുപല്ലവിയുടെ എഴുത്ത്. നിദ്രതൻ നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും. സ്വപ്ന നക്ഷത്രമേ നിൻ ചിരിയിൽ സ്വർഗചിത്രങ്ങൾ എന്നും ഞാൻ കണ്ടു നിൽക്കും. വളരെ ലളിതമാണ്, വളരെ വ്യക്തമാണ് കാര്യം. എന്താണ്? നിദ്രയുടെ നീലവിഹായസിൽ നീ എന്നും പൂത്തു മിന്നി നിൽക്കും. ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ കാണുന്ന സ്വപ്നത്തിൽ നിന്റെ മിന്നുന്ന തിളക്കമുള്ള പൂത്തു മിന്നി നിൽക്കുന്ന നക്ഷത്രമായി നിന്നെ ഞാൻ കാണുന്നു. അപ്പോൾ നീ ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ പോലും പ്രിയതമേ നീയാകുന്ന നക്ഷത്രം എൻ്റെ സ്വപ്നമാകുന്ന നിദ്രയാകുന്ന നീലവിഹായസിൽ മിന്നിത്തിളങ്ങി നിൽക്കുകയാണ്. എൻ്റെ സ്വപ്നമാകുന്ന നക്ഷത്രം, സ്വപ്ന നക്ഷത്രം, നിന്റെ ചിരിയിൽ ഞാൻ സ്വർഗം കാണും. എനിക്ക് സ്വർഗം കാണുന്നതിന് നിന്റെ ചിരി കണ്ടാൽ മാത്രം മതിയാവും. സ്വപ്ന നക്ഷത്രമേ നിന്റെ ചിരിയിൽ സ്വർഗചിത്രങ്ങൾ എന്നും ഞാൻ കണ്ടു നിൽക്കും. അപ്പോൾ ഞാൻ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും കാണുന്നതൊക്കെ നിന്നെയാണ്. ഉറക്കത്തിൽ ഞാൻ കാണുന്ന സ്വപ്നത്തിൽ നക്ഷത്രത്തെപ്പോലെ നീ തിളങ്ങി നിൽക്കും. നിന്റെ ചിരിയിൽ ഞാൻ സ്വർഗം തന്നെ നേരിട്ട് കാണും. എൻ്റെ പ്രിയതമേ നീയാണ് എനിക്കെല്ലാം എന്നാണ് അനുപല്ലവിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ ഗാനത്തിന് 2 ചരണങ്ങളാണ് ഉള്ളത്. കാവ്യവൃത്തങ്ങളിലോ മനെ നീനവ മാഗന്ധമഞ്ജരി ആയിരിക്കും എൻ മണി വീണതൻ രാഗങ്ങളിൽ സഖി സുന്ദരമോഹനമായിരിക്കും. കാവ്യവൃത്തങ്ങളിൽ ഓമനെ നീ നവമാഗന്ധ മഞ്ജരിയായിരിക്കും. എൻ മണി വീണതൻ രാഗങ്ങളിൽ സഖി സുന്ദരമോഹനമായിരിക്കും. അപ്പോൾ നീ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ആകാശത്തിലെ നക്ഷത്രമായും എൻ്റെ സ്വപ്നത്തിൽ നിറഞ്ഞ രോമാഞ്ചമായും ഒക്കെ നിന്നെ ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ എഴുതുന്ന കവിതയിലെ എൻ്റെ കാവ്യവൃത്തങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ജരിയായാണ് നിന്നെ ഞാൻ കാണുന്നത്. അപ്പോൾ മഞ്ജരി വൃത്തം ഊർജത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒക്കെ വൃത്തമായാണ് നാം കാണുന്നത്. അങ്ങനെയുള്ള മഞ്ജരി കാവ്യവൃത്തങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ജരിയാണ് നീ. നവമാഗന്ധ മഞ്ജരിയാണ് നീ. എൻ്റെ മണിവീണയിൽ ഞാൻ പാട്ടുപാടുമ്പോൾ, എൻ്റെ മണിവീണയിൽ ഞാൻ ഗാനം ആലപിക്കുമ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹനരാഗമാണ് ഭവതി നീ എന്നാണ് ഈ ചരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാവ്യവൃത്തങ്ങളിൽ ഓമനെ നീ നവമാഗന്ധ മഞ്ജരിയായിരിക്കും. എൻ മണിവീണതൻ രാഗങ്ങളിൽ സഖി സുന്ദരമോഹനമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2ാമത്തെ ചരണത്തിൽ ഈ ഹർഷവർഷ നിശീധിനിയിൽ നമ്മൾ ഈണവും താളവുമായിണങ്ങി ഈ ജീവസംഗമ ധന്യത കാണുവാൻ ഈരേഴുലകും അണിഞ്ഞൊരുങ്ങി താരകരൂപിണി. ഇതാണ് അവസാനത്തെ 4 വരികൾ. ഈ ഹർഷവർഷ നിശീധിനിയിൽ നമ്മൾ ഈണവും താളവും ആയിണങ്ങി. അല്ലയോ പ്രിയതമേ, ഈ വർഷകാല നിശീധിനിയുടെ ഹർഷത്തിൽ, ഈ മഴ പെയ്യുന്ന രാത്രിയുടെ സുന്ദരമായ സന്തോഷമുള്ള ഈ മുഹൂർത്തത്തിൽ നാം ഈണവും താളവുമായി ഇണങ്ങി. ഒരു ഗാനത്തെ സംബന്ധിച്ച് അതിലേറ്റവും പ്രധാനമാണ് താളവും അതിലെ ഈണവും. അപ്പോൾ താളവും ഈണവുമായി ഇണങ്ങിയാൽ ആ ഗാനം സുന്ദരമായി തീരും. അത്തരത്തിൽ ഞാനും നീയും തമ്മിൽ ഈണവും താളവും പോലെ ഇണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴാണ്? ഈ വർഷനിശീധിനിയിൽ, സന്തോഷകരമായ ഈ വർഷനിശീധിനിയിൽ നമ്മൾ ഈണവും താളവുമായി ഇണങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ഈ ജീവസംഗമത്തിൻ്റെ ധന്യത കാണുവാൻ ഈരേഴുലകും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പ്രകൃതി അത്ര മനോഹരമായി തോന്നുന്നു. പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും എനിക്ക് മനോഹരമായി തോന്നുന്നു. എൻ്റെ മനസ്സിൻ്റെ സന്തോഷം കൊണ്ടോ എൻ്റെ മനസ്സിലെ പ്രണയം കൊണ്ടോ ആകാം പ്രിയതമേ, എനിക്ക് ഈ പ്രകൃതി മുഴുവൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതായി തോന്നുന്നു. അവരെല്ലാം അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്, ഈ ചെടിയും മരങ്ങളും നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് നമ്മുടെ ജീവസംഗമത്തിൻ്റെ ധന്യത കാണാനാണ് എന്നെനിക്ക് തോന്നുന്നു. അല്ലയോ പ്രിയതമേ, ഈ ഹർഷവർഷ നിശീധിനിയിൽ നമ്മൾ ഈണവും താളവും ആയിണങ്ങി ഈ ജീവസംഗമ ധന്യത കാണുവാൻ ഈരേഴുലകും അണിഞ്ഞൊരുങ്ങി താരകരൂപിണി എന്ന് ആവർത്തിക്കുന്നു. ഇതാണ് ഗാനം. അപ്പോൾ ഈ ഗാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബ്രഹ്മാനന്ദൻ എന്ന പാട്ടുകാരനെ
മലയാളികൾ ഓർമ്മിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗാനം താരകരൂപിണിയാണ്. അദ്ദേഹത്തിൻ്റെ ഗാനമേളയിലൊക്കെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട് പാടുന്ന പാട്ടുകളിലൊന്ന് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് സിന്ധു ഭൈരവി എന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാട്ട് വളരെ മനോഹരമായ ഈ ഗാനം പുതിയ തലമുറയിൽപ്പെട്ട ഓരോരുത്തരും കേൾക്കുക. മുമ്പ് കേട്ടിരുന്ന ആളുകൾ എൻ്റെ വിശദീകരണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടായെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പറയുന്നു. സിനിമ ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്നുള്ളതാണ്. സിനിമ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. അതും എല്ലാവരും കാണാൻ ശ്രമിക്കുമെന്ന് കരുതുന്നു. ഏവർക്കും നന്ദി.